ഹായ് എവ്രി വൺ, വെൽക്കം ടു കീ കോൺസെപ്റ്റ്സ്. ഇന്ന് 8th സ്റ്റാൻഡേർഡിൻ്റെ കെമിസ്ട്രി പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ലായനികൾ അഥവാ സൊല്യൂഷൻസ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ലായനി അല്ലേ. ഇവിടെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ കുറേ ലായനികളുടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലായനികൾ, എന്തൊക്കെയാണ് ലായനികൾ എന്നൊക്കെ. ഇവിടെ ഒരു ടേബിളും ഉണ്ട്. അപ്പോൾ ആ ടേബിളിൽ ലായനി ഘടകങ്ങൾ, ലീനത്തിൻ്റെ അവസ്ഥ, ലായകത്തിൻ്റെ അവസ്ഥ, ലായനിയുടെ അവസ്ഥ അങ്ങനെ 4 കോളം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് പിച്ചള, സിങ്കും ചെമ്പും. അവിടെ ലീനവും ലായകവും ഖരാവസ്ഥയിലാണ്. സോ ലായനിയും ഖരാവസ്ഥയിലാണ്. ഉപ്പ് ലായനിയിൽ ഉപ്പും വെള്ളവും അല്ലേ. ഉപ്പ് ലീനമാണ്. ലീനം എന്താവസ്ഥയാണ്? ഖരാവസ്ഥ. ലായകം ജലം, അതായത് ദ്രാവകാവസ്ഥ. സോ ലായനി ദ്രാവകം. ഇനി സോഡ വെള്ളമാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം ചേർന്നതാണ്. അതിൽ ലീനം വാതകാവസ്ഥയിലും ലായകം ദ്രാവകാവസ്ഥയിലും. അതുകൊണ്ട് ലായനി ദ്രാവകാവസ്ഥ. ഇനി ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതമാണെങ്കിൽ രണ്ടും ദ്രാവകാവസ്ഥയിലാണ്. സോ ലായനി ദ്രാവകാവസ്ഥ. ഇതിന് എന്ത് മനസ്സിലാക്കാം? മിക്കവാറും ലായനികളിൽ ലായകത്തിൻ്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെയും ഭൗതികാവസ്ഥ. സാധാരണയായി കുറഞ്ഞ അളവിലുള്ളത് ലീനമായും കൂടിയ അളവിലുള്ള ഘടകം ലായകമായും കണക്കാക്കപ്പെടുന്നു. ജലീയ ലായനികളിൽ ഏത് അളവിലായാലും ജലം തന്നെയാണ് ലായകം. ഇനി ലായനികളുടെ ചില സവിശേഷതകൾ നോക്കാം. ആദ്യത്തെയാണ് ലായനിയുടെ ഗാഢത. അതിനൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാനുണ്ട്. 2 ഗ്ലാസ് എടുത്തിട്ട് ഒരേ അളവിൽ വെള്ളം നിറയ്ക്കുക. ഒരു ഗ്ലാസ്സിൽ 1-2 പൊട്ടാസ്യം പെർമാംഗനേറ്റും രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒരു 5-6 പൊട്ടാസ്യം പെർമാംഗനേറ്റും ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ആദ്യത്തേതിൽ 1-2 ക്രിസ്റ്റൽസ് ഇട്ടതിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറും രണ്ടാമത്തേതിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറും ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് എന്ത് മനസ്സിലാക്കാം? ലീനത്തിൻ്റെ അളവ് കൂടുതലുള്ള ലായനിയിലായിരിക്കും ഗാഢത കൂടുതൽ. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയും കൂടുതലാണെങ്കിൽ ഗാഢലായനിയുമാണ്. ഇനി ഗാഢത പ്രസ്താവിക്കാൻ കുറച്ച് മെഷർമെൻറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. ഇനി പാർട്സ് പെർ മില്യൺ. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ. വളരെ കുറവ് ലായനി അടങ്ങിയിട്ടുള്ള വളരെ കുറഞ്ഞ ലീനത്തിൻ്റെ സാധ്യത പ്രസ്താവിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ppm എന്നാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് 4 ppm ആണ്. ലായനിയുടെ ഗാഢത സൂചിപ്പിക്കാനുള്ള മറ്റു ചില തോതുകളാണ് വോളിയം പെർസെൻറ്റേജ്, മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി എക്സെട്ര. ഇനി പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനുണ്ട്. ഇതിലും 2 ബീക്കർ എടുത്തിട്ട് രണ്ടിലും 50 ml വെള്ളം എടുക്കുക. 100 ഗ്രാം പൊടിച്ച ഉപ്പും അമോണിയം ക്ലോറൈഡും എടുക്കുക. ഒരു ബീക്കറിലെ ജലത്തിൽ ഉപ്പ് കുറേശ്ശെയായി ലയിപ്പിക്കുക. ഉപ്പ് വീണ്ടും ലയിക്കാത്ത അവസ്ഥ വരെ എത്തിക്കുക. പരമാവധി ലീനം ലയിച്ചു ചേർന്ന ഇത്തരം ലായനിയാണ് പൂരിത ലായനി. പൂരിത ലായനി ഉണ്ടാവാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു നിശ്ചിത താപനില വേണം. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി എന്ന് വിളിക്കുന്നു. അപൂരിത ലായനിക്ക് വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ കഴിയും. പാത്രത്തിൽ ബാക്കിയായ ഉപ്പിൻ്റെ അളവ് കണക്കാക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ പൂരിത ലായനി തയ്യാറാക്കാൻ വേണ്ടി വന്ന ഉപ്പിൻ്റെ അളവ് കണ്ടെത്താമല്ലോ അല്ലേ. രണ്ടാമത്തെ ബീക്കറിലേക്ക് അല്പമായി അമോണിയം ക്ലോറൈഡ് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിനു വേണ്ടി വന്ന അമോണിയം ക്ലോറൈഡിൻ്റെ അളവും കണ്ടുപിടിക്കുക. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലയത്വം അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി. ഇനി അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നേരത്തെ തയ്യാറാക്കിയ ലായനിയെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ആ സോഡിയം ക്ലോറൈഡ് ഇല്ലേ, അതായത് ഉപ്പില്ലേ, അതൊക്കെ ക്രിസ്റ്റൽസ് ആയിട്ട് മാറും.
അങ്ങനെ ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്ന ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ലായനിയാണ് നമ്മൾ അതിപൂരിത ലായനി എന്ന് വിളിക്കുക. ലീനത്തിൻ്റെ സ്വഭാവം, താപനില എന്നിവ ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി വളരുന്ന പരൽ അല്ലെങ്കിൽ ഗ്രോയിങ് ക്രിസ്റ്റൽ. അതിനൊരു എക്സ്പെരിമെൻ്റ് ആണ്. 30 ഡിഗ്രി താപനിലയിൽ 100 ഗ്രാം ജലത്തിൽ കോപ്പർ സൾഫേറ്റ് പൂരിത ലായനി തയ്യാറാക്കാൻ എത്ര ഗ്രാം കോപ്പർ സൾഫേറ്റ് വേണ്ടിവരും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. 25 ml ജലത്തിൽ കോപ്പർ സൾഫേറ്റിൻ്റെ പൂരിത ലായനി തയ്യാറാക്കണം. എന്നിട്ട് ചൂടാക്കിയതിന് ശേഷം അതിന് അതിപൂരിത ലായനി ഉണ്ടാക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം കോപ്പർ സൾഫേറ്റ് ഒരു നൂലിൽ കെട്ടി ഇടുക. കോപ്പർ സൾഫേറ്റിൻ്റെ ചെറിയ പരൽ വേണം എടുക്കാൻ. ഓക്കെ, ചെറിയ ക്രിസ്റ്റലായിരിക്കണം കോപ്പർ സൾഫേറ്റിൻ്റെ കെട്ടി തൂക്കണത്. അല്പസമയത്തിന് അത് വെക്കുക. എന്നിട്ട് നിരീക്ഷിച്ചാൽ എന്താ ഉണ്ടാവുക? അടിയിലായിട്ട്, അതായത് ഈ ലായനിയുടെ അടിയിലായിട്ട് കോപ്പർ സൾഫേറ്റ് വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ക്രിസ്റ്റൽസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിപൂരിത ലായനിയിൽ ലീനത്തിൻ്റെ ഒരു ക്രിസ്റ്റൽ ഇട്ടാൽ കൂടുതലായി ലയിച്ച ലീനം ചെറിയ ക്രിസ്റ്റലുകളായി ഉണ്ടാവും. ക്രിസ്റ്റൽ വളരുന്നതും വലുതാവുന്നതും കാണാം. ഇനി അടുത്ത ഹെഡിങ് മിശ്രിതങ്ങളുടെ വർഗീകരണം. ലായനികളെല്ലാം മിശ്രിതങ്ങളാണല്ലോ. എങ്കിൽ എല്ലാ മിശ്രിതങ്ങളും ഒരു സ്വഭാവമുള്ളതാണോ? അല്ല. രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് മിശ്രിതങ്ങളെ. ഹോമോജീനസ് അതായത് ഏകാത്മക മിശ്രിതമെന്നും ഹെട്രോജീനസ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങളെന്നും. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. ഉദാഹരണം ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, വായു എക്സെട്ര. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഉപ്പും മണലും, ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും ഒക്കെ. അടുത്തത് യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ. 3 ബീക്കർ എടുത്ത് ഒരേ അളവിൽ വെള്ളം എടുക്കുക. അതിൽ ഒന്നാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലയിപ്പിക്കുക. രണ്ടാമത്തെ ബീക്കറിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. മൂന്നാമത്തെ ബീക്കറിൽ ചോക്കുപൊടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് കുറച്ചു നേരം അനങ്ങാതെ വെക്കുക. അപ്പോൾ അതിലേത് ബീക്കറിലാണ് ലീനം താഴെ അടിയുന്നത് എന്ന് നോക്കി വെക്കുക. എന്നിട്ട് 3 എണ്ണത്തെയും നമ്മൾ അരിച്ചെടുക്കുകയാണ് ഒരു ഫിൽറ്റർ പേപ്പറിൽ വെച്ചിട്ട്. ഒരു ഫിൽറ്റർ പേപ്പറിൽ എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റ് ആയിട്ട്, അതായത് ബാക്കിയായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 3 വിധത്തിലുള്ള ലായനികളാണ്. അതിൽ ഒന്നാമത്തെയാണ് ഒരു യഥാർത്ഥ ലായനി, അതായത് കോപ്പർ സൾഫേറ്റ് കലക്കിയത്. രണ്ടാമത്തേത് ഒരു കൊളോയിഡും മൂന്നാമത്തേത് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലായനിയാണ്. ഇനി ഇതിലൂടെ പ്രകാശം കടത്തിവിട്ടാൽ എന്താ സംഭവിക്കുന്നത് എന്നും കൂടി നോക്കുക. ലായനികളിൽ ലീനകണികകളുടെ വലിപ്പം വളരെ കുറവായതിനാലാണ് കണികകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള ലീനങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല, കാരണം അവർ വളരെ ചെറുതായിട്ടുള്ള കണികകളാണ്. ഇവയിലെ കണികകൾ അതിസൂക്ഷ്മമായതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും ഈ കോപ്പർ സൾഫേറ്റിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. കൊളോയിഡ്, അതായത് രണ്ടാമത്തെ പാലും വെള്ളം എടുത്തില്ലേ, അതിൽ അല്പം കൂടി വലിയ ലീനങ്ങളാണ് ഉള്ളത്. അതിനാൽ ഈ കണികകൾ പ്രകാശത്തെ വിസരിപ്പിക്കുകയും പ്രകാശപാത ദൃശ്യമാവുകയും ചെയ്യുന്നു. സസ്പെൻഷനിലാവട്ടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള കണികകളാണ് ഉള്ളത്. അവയിൽ പതിക്കുന്ന പ്രകാശം ഒട്ടാകെ പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, ലൈറ്റും അതിലെ പാർട്ടിക്കിൾസിനെയും കണികകളെയും കാണാൻ പറ്റും. ഇനി ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാൻ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഒരു ബീക്കറിൽ 50 ml ജലമെടുത്ത് അതിൽ 2 ഗ്രാം സോഡിയം തയോ സൾഫേറ്റ് ചേർത്ത് ലായനി തയ്യാറാക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ ബീക്കർ പ്രകാശപാതയിൽ ക്രമീകരിച്ച ശേഷം
1 2 നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിളക്കുക. കുറച്ചു നേരം വയ്ക്കുക, നിരീക്ഷിക്കുക. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സൾഫർ ഉണ്ടാകുന്നു. പ്രവർത്തനത്തിന് മുമ്പ് ഈ മിശ്രിതം ലായനിയാണ്. നിമിഷങ്ങൾക്കു ശേഷം സൾഫർ ആറ്റങ്ങൾ കൂടുതലായി വേർതിരിയുമ്പോൾ അവ വലിപ്പം കൂടിയ കണികകളായി കൊളോയിഡ് രൂപത്തിലായി മാറുകയും പ്രകാശപാത ദൃശ്യമാവുകയും ചെയ്യുന്നു. സമയം കഴിയുന്തോറും കൂടുതൽ സൾഫർ കണികകൾ വേർതിരിക്കുകയും കണികകളുടെ വലിപ്പം വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊളോയിഡ് എന്തായി മാറും? സസ്പെൻഷനായി മാറും. ഇനി നിങ്ങൾക്കുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ലായനികളെയും കൊളോയിഡിനെയും സസ്പെൻഷനെയും എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കാൻ. ഇനി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനാണ് കൃത്രിമ പാനീയങ്ങൾ. നമ്മളെല്ലാ ഷോപ്പിലും പോയാലും കൃത്രിമ പാനീയങ്ങൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കാറില്ലേ? ബോട്ടിൽഡ് ജ്യൂസും കോളയും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ. നേരെ മറിച്ച് ഈ ജ്യൂസൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിലുള്ള പദാർത്ഥങ്ങൾ, അതായത് ഇതിലുള്ള പദാർത്ഥങ്ങൾ, കണികകളൊക്കെ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ സെറ്റിലാവുന്നത് കാണാൻ പറ്റും, കേടാവുന്നതൊക്കെ കാണാൻ പറ്റും അല്ലേ? പക്ഷേ ഈ ബോട്ടിൽഡ് ജ്യൂസസ്, അതായത് സിന്തറ്റിക് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങുമ്പോൾ അവയൊന്നും അത്ര പെട്ടെന്ന് കേടാവില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസേഴ്സ് ആണ് ഈ കൃത്രിമ പാനീയങ്ങളെ കുറേ കാലം സൂക്ഷിച്ചു വെക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടൈറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. ഇതല്ലാതെ ഒരുപാട് രാസവസ്തുക്കൾ ഈ കൃത്രിമ പാനീയങ്ങളിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഒരു ടേബിളിൽ കുറേ കൊടുത്തിട്ടുണ്ട്. രാസവസ്തു, ചേർക്കുന്ന പാനീയം, ഉപയോഗം. അപ്പോൾ ഇതിൽ പറയുന്ന പല പദാർത്ഥങ്ങളും നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഈ കൃത്രിമ പാനീയങ്ങളെല്ലാം വാങ്ങി കുടിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, കെമിക്കൽസ് ആണ് ഇതിലെല്ലാം ഉള്ളത്. സോ നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല എന്ന്. അതോടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.